10 വർഷത്തിന് ശേഷം ഭരണവിരുദ്ധത ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഡീലും SDPI ബന്ധവുമായിരുന്നു ഭരണപക്ഷത്തിനെതിരെ 3 ആഴ്ച നീണ്ട പ്രചാരണത്തിൽ ഉടനീളം പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ചത്. വടക്കൻ കേരളത്തിൽ ലീഗ് പ്രവർത്തനവും പ്രചാരണവും ശക്തമാക്കിയതും പ്രതീക്ഷകളുടെ ബലം കൂട്ടുന്നുണ്ട്. റിജിത്തുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. റിജിത്ത്, 100 സീറ്റുകളെന്ന് ഇന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. സ്വാഭാവികമായും അതിന്റെ ഊർജവും ആവേശവും ഇന്ന് കോൺഗ്രസ് ക്യാമ്പിലും UDF ക്യാമ്പിൽ ആകമാനവും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ ദിവസം എത്രത്തോളം ആത്മവിശ്വാസത്തിൽ UDF ക്യാമ്പ്? തീർച്ചയായും മാധവ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ല. അതുകൊണ്ട് തന്നെ ഭരണത്തിലേക്ക് തിരിച്ചു വരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് UDF ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നേരിട്ടത്. നമുക്കറിയാം, തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചില തർക്കങ്ങളും കല്ലുകടികളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രചാരണം തുടങ്ങി. പ്രചാരണത്തിന്റെ ട്രാക്കിലേക്ക് ഇറങ്ങിയത് മുതൽ പ്രചാരണത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന്, അനുകൂലമായൊരു കളം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന UDFന്റെ വിലയിരുത്തലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിളക്കമാർന്ന വിജയം, അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ തിളക്കമാർന്ന വിജയം, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ UDF എത്തിയത്. അവരുടെ ആത്മവിശ്വാസം അത് കൂട്ടുന്നുണ്ട്. മറ്റൊന്ന്, പ്രചാരണ വിഷയങ്ങളാണ്. ഡീൽ വിവാദം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണം നമ്മൾ കണ്ടു. ഇടതുമുന്നണിയുടെ SDPI കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണം നമ്മൾ കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതികളെ CPIM സംരക്ഷിക്കുന്നു എന്നതടക്കമുള്ള, ഈ സർക്കാരിന്റെ കാലത്ത് നടന്ന കൊള്ള എന്നതടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് പ്രചാരണം നയിക്കാനെത്തുന്ന ഘട്ടത്തിൽ ഡീൽ വിവാദം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ അനുകൂല ഘടകമായി മാറും എന്ന പ്രതീക്ഷ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊന്ന്, UDF പുറത്തിറക്കിയ പ്രകടന പത്രികയാണ്. അതിലെ 5 ഗ്യാരണ്ടികളാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ അതിലുണ്ട്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കാൻ ഉതകുന്നതാണ് എന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. ആത്മവിശ്വാസം അവരുടേത് വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, CPIM ക്യാമ്പിൽ നിന്ന് തന്നെ, ഇടത് പാളയത്തിൽ നിന്ന് തന്നെ പ്രധാന നേതാക്കളെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം, അത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന നേട്ടം, രാഷ്ട്രീയമായി അതുണ്ടാക്കിയ വിജയം, ഇതൊക്കെ നിർണായക ഘടകങ്ങളായി മാറും. നൽകിയത് 2 മുന്നണികളും ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ തന്നെയാണ്.